ഓക്കെ, ഇപ്പോൾ ഹ്യൂമൻ റിലേഷൻസ് തിയറി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ ഹെർബർട്ട് സൈമൺ, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ് പഠിക്കുന്നത്. ഇതൊരു തിയറി ആയിട്ടല്ല ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ബിഹേവിയറലിസ്റ്റ് തിയറീസിൻ്റെ ഒരു പയനിയർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഹെർബർട്ട് സൈമനും ചെസ്റ്റർ ബെർണാർഡും. ഓക്കെ, ചെസ്റ്റർ ബെർണാർഡിനെ കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല, നമുക്ക് വേറെ സമയത്ത് പറയാം. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനെ ഒഴിവാക്കിയിട്ട് ഹെർബർട്ട് സൈമനെ മാത്രം എടുത്തത്. ഹെർബർട്ട് സൈമൺ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലോ അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലോ മാത്രമല്ല, എക്കണോമിക്സിൽ അതുപോലെ തന്നെ IT ഒക്കെ വളരെയധികം പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ എക്കണോമിക്സിൽ. ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരൊറ്റ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു അഡ്മിനിസ്ട്രേഷനിൽ ഒരു മാനേജർ എങ്ങനെ ഡിസിഷൻ എടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പഠിക്കുന്നത്. ആക്ച്വലി ഹെർബർട്ട് സൈമനെ കുറിച്ച് ഞാൻ തന്ന നോട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കുന്നത് ഉചിതമായിരിക്കും. പക്ഷെ ഞാൻ അത്രയും എടുക്കുന്നില്ല. ഈ റാഷണൽ ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇദ്ദേഹം ഒരു അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിരുന്നു, പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആയിരുന്നു, പിന്നെ സൈക്കോളജിസ്റ്റും കൂടിയായിരുന്നു. 2001 അദ്ദേഹം മരിച്ചത്. 1978 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ഈ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇന്റർ ഡിസിപ്ലിനറി വർക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ ഈ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു തിയറിയാണ് ഇദ്ദേഹത്തിൻ്റെത്. Okay, decision making as a core of organization. Simon viewed organization as a system of decision makers. He argued that effective management revolves around the making of informed and bounded decisions. ഒരു മാനേജറിനെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ചില സമയത്ത് നമുക്ക് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കയ്യിൽ വിട്ടു പോകുന്ന ചില സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യേണ്ട ഡിസിഷൻസ് ഉണ്ട്. ചിലപ്പോൾ വളരെ റൂട്ടീൻ ആയിട്ടുള്ള ഡിസിഷൻസ് ഉണ്ട്. ഓക്കെ, അത്തരത്തിൽ പല ഡിസിഷൻസും എടുക്കുന്നതാണ് ഒരു ഓർഗനൈസേഷൻ്റെ ആക്ച്വൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ്. അത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇതാണ്. അതൊന്ന് പഠിച്ചു വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ 1947 എഴുതിയ പുസ്തകമാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ബുക്ക് ഒന്ന് പഠിച്ചേക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ ക്ലാസിക്കൽ തിയറീസിൽ കുറച്ച് പുസ്തകങ്ങൾ കുറച്ച് ആൾക്കാരെ പഠിച്ചു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു പുസ്തകമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ. ഓക്കെ, അതിൽ പ്രോഗ്രാംഡ് ആൻഡ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ് അത് പിന്നീട് ഒരു സ്ലൈഡിലുണ്ട്, അതൊന്ന് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇമ്പാക്ട് ഓഫ് ബിഹേവിയറൽ എക്കണോമിക്സ് ആൻഡ് AI. ഇദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേഷൻ അല്ലാതെ തന്നെ വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന് പറയും. മുന്നേ നമ്മൾ എന്താ വിചാരിച്ചാൽ ഹ്യൂമൻ ബീയിങ് ആസ് എ റാഷണൽ എനിമൽ. റാഷണാലിറ്റി എന്താണെന്ന് ഒക്കെ ഞാൻ വേൾഡ് ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. വളരെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകും. ജസ്റ്റ് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ, നമ്മൾ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു എക്കണോമിക് മെൻ എടുക്കുന്നത് വളരെ റാഷണലായിട്ട് അയാൾക്ക് എത്രത്തോളം ബെനിഫിറ്റ് മാക്സിമൈസ് ആവുന്ന രീതിയിലാണ് എടുക്കുക എന്നാണ് ക്ലാസിക്കൽ എക്കണോമിക്സിൽ പറഞ്ഞിരുന്നത്. ഇത് എക്കണോമിക്സ് ആണ് കേട്ടോ. അതിലേക്ക് കൂടുതൽ ഞാൻ പോകുന്നില്ല, ജസ്റ്റ് പറയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് എക്കണോമിക്സിന് ഒരു ശാഖയുണ്ട്. അതേപോലെ തന്നെ ബിഹേവിയറൽ തിയറീസ് എന്ന് പറഞ്ഞിട്ട് അഡ്മിനിസ്ട്രേഷനിൽ ഒരു ശാഖയുണ്ട്. മനസ്സിലായോ? ഇതിൽ രണ്ടിൻ്റെയും ഒരു കോൺട്രിബ്യൂട്ടറാണ് സൈമൺ എന്നുള്ള രീതിയിൽ ആയതുകൊണ്ട് പറയാണ്. അപ്പം അത്തരത്തിൽ ക്ലാസിക്കൽ എക്കണോമിക്സ് ഒന്ന് മാറിയിട്ട് എങ്ങനെ ഒരു സെറ്റ് ഓഫ് സിറ്റുവേഷൻസിൽ ഹ്യൂമൻ ബിഹേവ് ചെയ്യും, അതിനനുസരിച്ച് അയാൾ എങ്ങനെ ചൂസ് ചെയ്യും സാധനങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ പർച്ചേസ് ചെയ്യും, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ് ബിഹേവിയറൽ എക്കണോമിക്സ്. എങ്ങനെ ബിഹേവ് ചെയ്യും ഒരു പ്രത്യേക സിറ്റുവേഷനിൽ. ഓക്കെ, നേരത്തെ പറഞ്ഞു റാഷണൽ അല്ല ഹ്യൂമൻ ബിഹേവിയർ ഒക്കെ റാഷണൽ അല്ല എന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തം. ആ രീതിയിലാണ് എക്കണോമിക്സ് മാറിയത്. അപ്പം അതെങ്ങനെ ആണ് എന്നുള്ളതാണ് ഈ ബിഹേവിയറൽ എക്കണോമിക്സിന്റെ ഒരു ഇത്. അതേ കാര്യങ്ങളാണ് ഹ്യൂമന്റെ ഡിസിഷൻ മേക്കിങ്ങിൽ ഈ അഡ്മിനിസ്ട്രേഷനിലും ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇതിൽ പറയുന്നത് ഒരു
അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പെർഫെക്റ്റ് ആയിട്ട് ഒരു അറിയണം എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഒരു എന്താ പറയാ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ തരത്തിലാണ് അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുക, അതേപോലെ തന്നെ എത്ര തീരുമാനങ്ങൾ ആണ് അതിന് എന്താ പറയാ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യണം, അത് ഏതൊക്കെ തരത്തിൽ ചെയ്യാം, അതിന്റെ കംപ്ലീറ്റ് കോഴ്സ് ഇദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കണം. ഓക്കെ, എല്ലാ തരത്തിലുള്ള റിലവൻറ്റ് നോളജ് ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതാണ് ഒരു പെർഫെക്റ്റ് അഡ്മിനിസ്ട്രേറ്റർ. പക്ഷെ അങ്ങനത്തെ ഒരു പെർഫെക്റ്റ് അഡ്മിനിസ്ട്രേറ്ററിന് നമുക്ക് റിയൽ ലൈഫിൽ കാണാൻ പറ്റില്ല. വേറൊരു കാര്യം കൂടി ഉണ്ട്, ടൈം ലിമിറ്റേഷൻ. അതുപോലെ തന്നെ പല തരത്തിലുള്ള അദ്ദേഹത്തിന് തീരുമാനം എടുക്കാനുള്ള സമയം വേണം, എത്രത്തോളം പോസിബിളി ഓൾട്ടർനേറ്റീവ് ഉണ്ടെന്ന് അറിയണം, അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് അറിയണം. ഇതൊക്കെ അറിഞ്ഞാലാണ് ആക്ച്വലി ഒരു പെർഫെക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ ഒരു ഓർഗനൈസേഷനിൽ. നമുക്കറിയാലോ അത്തരത്തിലുള്ള ഒരു പെർഫെക്റ്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പെർഫെക്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ആവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് റേഷണൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത്തരത്തിലൊരു റേഷണൽ അഡ്മിനിസ്ട്രേറ്റർ ആവാൻ ഓർഗനൈസേഷനിൽ മാനേജ് ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്, എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് സൈമൺ ആദ്യം പറയുന്നത്. ഓക്കെ, ഡിസിഷൻ മേക്കർ റയർലി നോസ് ഫുൾ റേഞ്ച് ഓഫ് പോസിബിൾ സൊല്യൂഷൻസ് ടു ദ ഡിഫൈൻഡ് പ്രോബ്ലം. ഒരു പ്രോബ്ലം ഉണ്ട്, അതിൽ എല്ലാ തരത്തിലുള്ള സൊല്യൂഷൻസ്, എത്ര തരത്തിലുള്ള ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമുക്കൊരു ഷർട്ട് വാങ്ങണം. അപ്പൊ നമുക്ക് എത്ര കടകളിൽ ഷർട്ട് കൊടുക്കുന്നുണ്ട്, അതാണ് ആ ഒരു പോസിബിൾ റേഞ്ച് ഓഫ് സൊല്യൂഷൻ. എവിടെയൊക്കെ ഇത് കിട്ടാനുണ്ട് എന്നുള്ളത് കംപ്ലീറ്റ് മീൻസ് ഷർട്ട് എവിടെയും കിട്ടാണ്ടായിരിക്കും, പക്ഷെ പോയി ഒരുപക്ഷെ 1 മണിക്കൂറിനുള്ളിൽ പോയി വാങ്ങാവുന്ന ഏരിയയിലുള്ള എത്രത്തോളം ഷോപ്പുകളുണ്ട്, അതിൻ്റെ നോളജ്. ഫുൾ റേഞ്ച് ഓഫ് പോസിബിൾ സൊല്യൂഷൻസ്. ഹിസ് നോളജ് ഓഫ് കോൺസിക്വൻസസ് ഓഫ് വിച്ച് പോസിബിൾ ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജി ഈസ് ലിമിറ്റഡ്. ഇപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുത്തു. ഓക്കെ, ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം, ഓക്കെ അതിന്റെ കോൺസിക്വൻസ് ഇതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു 20 തരത്തിലുള്ള ഡിസിഷൻസ് നമുക്ക് പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റുക. ആ 20 ഡിസിഷൻ്റെയും കോൺസിക്വൻസസ് എന്താണെന്ന് നമുക്ക് ഒരു വ്യക്തിക്ക് അറിയാൻ സാധ്യത കുറവാണ്. ഓക്കെ, അപ്പൊ അത്തരത്തില് കോൺസിക്വൻസസിനെ കുറിച്ചുള്ള അറിവിന്റെ ലിമിറ്റേഷൻ. ഹിസ് ഇൻഫർമേഷൻ ഈസ് ഇൻഅഡിക്വേറ്റ്. ഇപ്പൊ ഏതെങ്കിലും തീരുമാനത്തിൽ എടുക്കാനുള്ള വിവരങ്ങൾ, അതിന്റെ ഡേറ്റ വളരെ കുറവാണ്. He lacks sufficient time to examine fully each possibility and its he lacks sufficient time to examine fully each possibility and its consequence. ഇതൊക്കെ അനാലിസിസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കാനും അതുപോലെ അതിന്റെ ടൈമിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ദ ഫ്യൂച്ചർ ഇവന്റ്സ് ഇൻ വിച്ച് ദ ഡിസിഷൻ വിൽ ബി ഓപ്പറേറ്റിംഗ്. നമ്മളൊരു തീരുമാനം എടുത്തു, ഓക്കെ അതിൽ എല്ലാ കാര്യങ്ങളും എന്താ പറയാ പെർമനന്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള രീതിയിലല്ലേ നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നത്. ഇനി ആ തീരുമാനം എടുത്തതിന് ശേഷം ബാക്കി എക്സ്റ്റേണൽ തിങ്സ് ചേഞ്ച് ആവുന്നത്, അതിന്റെ പോസിബിലിറ്റി അതൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റില്ല. ഓക്കെ, ഡിസിഷൻ മേക്കേഴ്സ് ഹാബിറ്റ്, പേഴ്സണൽ ബിലീഫ്, ഇന്റലക്ച്വൽ കപ്പാസിറ്റി, അതുണ്ടല്ലോ. നമുക്ക് ചില ആൾക്കാർ വളരെ ഹറിബറിയിൽ തീരുമാനം എടുക്കണം എന്ന് ഇതുള്ളവർക്ക് ഭയം അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഉള്ള ആൾക്കാരായിരിക്കും. ചില ആൾക്കാർ അത് തീരുമാനം എടുക്കാൻ ലേസി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ലാസ്റ്റ് നിമിഷത്തിൽ പോസ്റ്റ്പോൺ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പേഴ്സണൽ ബിലീഫ്, ചില ആൾക്കാർ ഇന്റലക്ച്വൽ കപ്പാസിറ്റി, ഇതിനനുസരിച്ചിട്ടൊക്കെ ഡിസിഷൻ. ഇത് ആക്ച്വലി പറയുന്നത് ഒരു പെർഫെക്റ്റ് ഡിസിഷൻ എടുക്കാൻ ഉള്ള ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ദ ഇൻഫ്ലുവൻസ് കൺവെൻഷൻസ് ആൻഡ് ബിഹേവിയറൽ നോംസ് ഓഫ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ്. നേരത്തെ നമ്മൾ പഠിച്ച ഇൻഫോർമൽ ഗ്രൂപ്പ്സിന്റെ ബിഹേവിയർ എന്തായിരിക്കും, അതിനോടുള്ള റിയാക്ഷൻ എന്തായിരിക്കും, ഇതൊക്കെ നമുക്കറിയാൻ പറ്റില്ല. Organizational factors such as rules and procedures of formal organization, its channels of communication, etc. Okay, external pressures. ഇതൊക്കെയാണ് ഒരു ആക്ച്വൽ പ്രോപ്പർ 100% റാഷണൽ ഡിസിഷൻ എടുക്കുന്നതിൽ നിന്ന് ഒരു അഡ്മിനിസ്ട്രേറ്ററെ എന്താ പറയുക ലിമിറ്റ് ചെയ്യുന്ന ഘടകങ്ങൾ. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും ഘടകങ്ങൾ ഇയാൾക്ക് എതിരെ ഉണ്ടെങ്കിൽ അയാൾ എങ്ങനെയായിരിക്കും ഒരു ഡിസിഷൻ എടുക്കുക, അതാണ് അദ്ദേഹം പറയുന്നത്.
അപ്പം അദ്ദേഹം പറയുന്നത് ബൗണ്ടഡ് റാഷണാലിറ്റി എൻ്റെ ബൗണ്ടഡ് റാഷണാലിറ്റി ഡിസിഷൻ മേക്കിംഗ്. അതായത് ബൗണ്ടഡ് റാഷണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാഷണാലിറ്റിനെ ലിമിറ്റ് ചെയ്യാണ്. അതായത് ഇത്രേ അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തില് ഈ നേരത്തെ പറഞ്ഞ ലിമിറ്റുകളൊക്കെ ഉള്ളിൽ നിന്നിട്ട് അയാൾക്ക് ഒരു റാഷണലി ഒരു തീരുമാനം എടുക്കാമല്ലോ. ഓക്കെ, ഉദാഹരണത്തിന് നോക്കൂ, ഇത്രയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും അയാൾക്കൊരു ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അയാൾക്കൊരു റാഷണാലിറ്റി ഉപയോഗിക്കാമല്ലോ. അതിനെയാണ് ബൗണ്ടഡ് റാഷണാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ്, ഇത് നേരത്തെ പറഞ്ഞ പോലെയാണ് ഈ ലിമിറ്റഡ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ എടുക്കുന്ന ഇതിനെയാണ് സാറ്റിസ്ഫൈസിങ് എന്ന് പറയുന്നത്. സാറ്റിസ്ഫൈസിങ് ഈ വാക്കും കൂടി ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഈ ഹെർബർട്ട് സൈമന്റെ പഠിച്ചിരിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ, അദ്ദേഹത്തിന്റെ പുസ്തകം. 2 ബൗണ്ടഡ് റാഷണാലിറ്റി. എന്താണ് ബൗണ്ടഡ് റാഷണാലിറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും സാഹചര്യങ്ങളിലും നിന്നുകൊണ്ട് അയാൾ യൂസ് ചെയ്യുന്ന റാഷണാലിറ്റിനെയാണ് ബൗണ്ടഡ് റാഷണാലിറ്റി എന്ന് പറയുന്നത്. അത് പറഞ്ഞാൽ സാറ്റിസ്ഫൈസിങ്. ഈ സാറ്റിസ്ഫൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എടുക്കുന്ന ഒരു ഡിസിഷനെ ഈ ബൗണ്ടഡ് റാഷണാലിറ്റിയിൽ നിന്നുകൊണ്ട് എടുക്കുന്ന ഒരു ഡിസിഷനാണ് സാറ്റിസ്ഫൈസിങ് എന്ന് പറയുന്നത്. ഗുഡ് ഇനഫ്, അതായത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ആ ഉള്ള സമയം കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പിനെയാണ് സാറ്റിസ്ഫൈസിങ് എന്ന് പറയുക. സാറ്റിസ്ഫൈസിങ് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷനും സഫീസും, ഈ 2 വാക്കുകളും കൂടി ചേർന്നാണ് സാറ്റിസ്ഫൈസിങ് എന്ന് പറയുന്നത്. സാറ്റിസ്ഫൈസിങ് കൺസെപ്റ്റ്. ഡിസിഷൻ മേക്കേഴ്സ് settle for a solution that is acceptable rather than optimal. ഓക്കെ, അത് നിങ്ങൾക്ക് അത് കറക്റ്റ് ഇംഗ്ലീഷിൽ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, അത് ഒപ്റ്റിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഏറ്റവും എന്താ പറയുക ഫൈൻ ട്യൂൺ ചെയ്ത് ഭയങ്കര റാഷണൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ. അതിന് പകരം ഡിസിഷൻ മേക്കേഴ്സ് അങ്ങനെ പോവാറില്ല എന്നാണ് പറയുന്നത്. അതിന് പകരം ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഗുഡ് ഇനഫ് ആയിട്ടുള്ള ഒരു ഇതെടുക്കും. കാരണം ഇത് ദിസ് ഈസ് ബിക്കോസ് ഫൈൻഡിങ് ദ പെർഫെക്റ്റ് സൊല്യൂഷൻ ഈസ് ഓഫൺ ഇംപ്രാക്ടിക്കൽ ഡ്യൂ ടു ടൈം, റിസോഴ്സ്, കോഗ്നിറ്റീവ് ലിമിറ്റേഷൻസ്. ടൈമിന് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്, അറിയാലേ. നമുക്കൊരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കാലം നീട്ടി പോകാൻ പറ്റില്ല. ചില തീരുമാനങ്ങൾ അപ്പം തന്നെ എടുക്കേണ്ടതായിരിക്കും. റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ, അത് പ്രോസസ്സ് ചെയ്യാനുള്ള ഇത്, അങ്ങനത്തെ കാര്യങ്ങൾ. കോഗ്നിറ്റീവ് ലിമിറ്റേഷൻ, നമുക്ക് കോഗ്നിറ്റീവ് ആയിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. പല സമയത്തും നമ്മൾ വളരെ എന്താ പറയുക സ്ട്രെസ്സിൽ നിൽക്കുന്ന സമയമായിരിക്കാം ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പോൾ ആ സമയത്ത് ഒരു കോഗ്നിറ്റീവ് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനി സ്ട്രെസ്സിലല്ലെങ്കിൽ നമുക്ക് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ പല ആൾക്കാർക്കും പല കോഗ്നിറ്റീവ് കപ്പാസിറ്റിയാണ്. അവർക്ക് എല്ലാവർക്കും ഒരേ ഇതിൽ ഈവൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ആയാൽ പോലും ഒരു കമ്പ്യൂട്ടർ പോലെയുള്ള ഇതിൻ്റെയും ഒക്കെ കപ്പാസിറ്റിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് ഈ പെർഫെക്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇംപ്രാക്ടിക്കലാണ്. അപ്പോൾ എടുക്കുന്നതാണ് ഈ സാറ്റിസ്ഫൈസിങ് എന്നുള്ള ഒരു ഇതിൽ ഡിസിഷൻ മേക്കിംഗ്. അതിൻ്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷനാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, റിപ്പീറ്റേറ്റ് ആവും. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് അടുത്ത വേറൊരു കൺസെപ്റ്റാണ്. ഈ സാറ്റിസ്ഫൈസിങ് അല്ലെങ്കിൽ ബൗണ്ടഡ് റാഷണാലിറ്റിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ വാക്കുകളൊക്കെ പഠിച്ചു വെച്ചോട്ടോ. ഈ സാറ്റിസ്ഫൈസിങ് എന്നൊക്കെ ചിലപ്പോൾ ഈ ഇതിൽ ചോദിക്കും, ആരുടെ കൺസെപ്റ്റാണ്, ബൗണ്ടഡ് റാഷണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യക്തി ആരാണ് എന്നൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, കൃത്യമായിട്ട് എടുത്ത് പഠിച്ചില്ലെങ്കിൽ. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് ഡിസിഷൻസ്. വളരെ എളുപ്പമാണ്. 2 ടൈപ്പ് ഡിസിഷനെ കുറിച്ചാണ് പറയുന്നത്. പ്രോഗ്രാംഡ് ഡിസിഷനും നോൺ പ്രോഗ്രാംഡ് ഡിസിഷനും. ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ പ്രോഗ്രാംഡ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി വളരെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കുറേ ഇത് കിട്ടില്ലേ. അതായത് ഓൾറെഡി ഒരു നിയമം ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ എന്തെങ്കിലും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചേഞ്ചസ് ഒക്കെ ആണെങ്കിൽ അത് പ്രോഗ്രാംഡ് ഡിസിഷൻ. നമുക്കറിയാം ഇന്ന സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം. ഓക്കെ, ഇന്ന രീതിയിൽ അതിന് നമ്മൾ വേണമെങ്കിൽ പ്രോട്ടോകോൾ എന്ന് പറയാം. അതായത് മുൻകൂട്ടി തീരുമാനിക്കുകയാണ് ഇന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇന്ന രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം. അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഒരു എന്താ പറയുക ഔട്ട് ഓഫ് ദി ബ്ലൂ കടന്നു വരുന്ന കാര്യങ്ങളായിരിക്കും. ഇത് മുന്നേ കൂട്ടി നമുക്കൊരു എന്താ പറയുക
മുന്നേ ഇതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഡിസിഷൻ എടുത്തിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടോ നമുക്ക് പരിചയം ഉണ്ടായിരിക്കില്ല. അപ്പം അതൊരു നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ. സാറ്റിസ്ഫൈസിങ്. ഓക്കെ, ഇത് പ്രീവിയസ് സ്ലൈഡാണ്, ലാസ്റ്റ് സ്ലൈഡാണിത്. ഓക്കെ, ഇൻഫ്ലുവൻസ് ഓൺ മോഡേൺ ഓർഗനൈസേഷണൽ സ്റ്റഡീസ്. സൈമൺസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് continues to influence modern management practices and organizational behavior studies. ഇദ്ദേഹത്തിൻ്റെത് ഇപ്പോഴും നിലവിലും വളരെ എന്താ പറയുക റെലവൻ്റ് ആയിട്ടുള്ള തിയറിയാണ്. അവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ നേരത്തെ പറഞ്ഞ പോലെ 1978 എക്കണോമിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഈ ഡിസിഷൻ മേക്കിങ്ങിൽ. ഹിസ് പയനിയറിംഗ് റിസർച്ച് ഓൺ ഡിസിഷൻ മേക്കിംഗ്. പിന്നെ ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ്. സൈമൺസ് ഇൻസൈറ്റ് ടു ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആർ വൈഡ്ലി അപ്ലൈഡ് ഇൻ ഏരിയാസ് സച്ച് ആസ് മാനേജ്മെൻറ്റ് തിയറി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, എക്കണോമിക് പോളിസി. ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ തിയറീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഹിസ് കൺസെപ്റ്റ് ഓഫ് ബൗണ്ടഡ് rationality ആൻഡ് സാറ്റിസ്ഫൈസിങ് ഹാവ് ട്രാൻസ്ഫോംഡ് മോഡേൺ മാനേജ്മെൻറ്റ് ആൻഡ് ബിഹേവിയറൽ എക്കണോമിക്സ്. രണ്ടും ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള കൺസെപ്റ്റുകളാണ് ഈ മോഡേൺ മാനേജ്മെൻറ്റും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ല, ബിഹേവിയറൽ എക്കണോമിക്സും. രണ്ടും ഇദ്ദേഹത്തിൻ്റെ ഈ ബൗണ്ടഡ് റേഷണാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റും സാറ്റിസ്ഫൈസിങ് എന്ന് പറയുന്ന ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ചും വലിയ സ്വാധീനം ചെലുത്തിയിട്ടും ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഓക്കെ, എന്നാൽ അപ്പോൾ താങ്ക് യു. ഞാൻ